വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വിസാൽ മീഡിയയിൽ ഒരു വീഡിയോ വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ റീസൺ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. ലോസ് ആഞ്ചൽസിൽ, അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ ഭയങ്കരമായുള്ളൊരു തീപിടുത്തം നടന്നു. 15,000 കോടി ഡോളറിൻ്റെ നഷ്ടങ്ങളാണ്. 26 ആളുകൾ മരണപ്പെട്ടു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വലിയ നാശനഷ്ടങ്ങളും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണോ? ഇസ്രായേൽ സൈന്യത്തിന് എല്ലാവിധ ആയുധങ്ങളും എല്ലാവിധ പണവും നൽകിയിട്ട് അവരെ ശക്തിപ്പെടുത്തുന്ന അമേരിക്കക്ക് പടച്ചോൻ കൊടുത്തൊരു ശിക്ഷയാണ് എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണമുണ്ട്. എന്താണ് സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ? അങ്ങനെ ഈ അമേരിക്കക്കാരെ, അതായത് ഗാസയിൽ യുദ്ധം നടക്കുന്നതിന് അല്ലെങ്കിൽ പലസ്തീനികളെ കൊല്ലുന്നതിന് ഇസ്രായേലികൾക്ക് ശിക്ഷ കൊടുക്കാതെ അമേരിക്കയിലുള്ള കാലിഫോർണിയയിലെ കോടീശ്വരന്മാർ താമസിക്കുന്ന ഈ ലോസ് ആഞ്ചൽസിലെ ഹോളിവുഡിലും മറ്റൊക്കെയുള്ള ഇങ്ങനെ ഒരു ശിക്ഷ ഇറങ്ങേണ്ടതുണ്ടോ? സ്വാഭാവികമായിട്ട് സംശയിക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ കാട്ടുതീ ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എല്ലാ വർഷങ്ങളും കാട്ടുതീ ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. കാരണം അവിടെ അങ്ങനെ കാട്ടുതീകൾ ഉണ്ടാവലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അമേരിക്കൻ ഐക്യ നാടുകളിൽ, ബ്രസീലിൽ, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് സംഭവിക്കാറുണ്ട് ഈ ഒരു സമയത്താണ്. പക്ഷേ ഇതൊരു ശിക്ഷയാണോ അല്ലേ എന്നുള്ളത് സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ കേൾക്കേണ്ടുന്ന ഒന്ന്, ഇത് സംഭവിച്ചൊരു രീതിയാണ്. ഇത് സാധാരണ കഴിഞ്ഞ ചൊവ്വാഴ്ച, കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു രാവിലെ 11:30 2-3 സ്ഥലങ്ങളിൽ പൊടുന്നനെ അങ്ങോട്ട് തീപിടുത്തമുണ്ടായത്. കാടിൻ്റെ ഉള്ളിലാണ്. കാരണം കാടിനോട് ചേർന്നാണ് വലിയ കോടീശ്വരന്മാരുടെ പല വീടുകളുള്ളത്. ഈ തീപിടുത്തത്തിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അവിടെ ശരിക്കും തീപിടുത്തം നടക്കാറ് ജൂലൈ മാസം മുതൽ അങ്ങോട്ടാണ്. ഒരു 3-4 മാസം ഭയങ്കരമായി ചൂടാണ്. ഈ സമയത്ത് അവിടെ ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നിട്ട് കൂടി ഇതെങ്ങനെ തീപിടിച്ചുള്ള വ്യക്തമല്ല. ഇതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്നോ പരീക്ഷണമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരുപാട് മുസ്ലിം ചെറു രാജ്യങ്ങൾക്കിടയിലുള്ളൊരു രാജ്യമാണ്. ഇവർ ഈ ഒരു പലസ്തീനിലെ മുസ്ലിങ്ങളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തും. ഇപ്പോൾ ഗാസയിൽ തന്നെ 46,000 ആളുകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി. മിക്കതും കുട്ടികളാണ്. ഈ ഒരു ക്രൂരത ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ യഥാർത്ഥ ശക്തി ആരാണെന്നറിയോ? അമേരിക്കയാണ്. അമേരിക്ക കൊടുക്കുന്ന പണം, അമേരിക്ക കൊടുക്കുന്ന മനോബലം, അമേരിക്കയുടെ പിന്തുണ, ഇതാണ് ഇസ്രായേലിൻ്റെ ശക്തി. ഇപ്പോൾ അവിടെ ട്രംപ് അധികാരത്തിൽ വന്നു. ആ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പോലും അയാൾ പറഞ്ഞതാണ്, നിശ്ചിത സമയം തരാം, അതിൻ്റെ ഉള്ളിൽ ഹമാസ് പിടികൂടിയ ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ തരിപ്പണമാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളി നടത്തിയിരുന്നു. ആ ഒരു ജനത സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അവർക്ക് രാജ്യം കെട്ടിപ്പടുക്കാനോ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാനൊന്നുമല്ല. അവിടുത്തെ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന വീഡിയോകളുണ്ട്. ഗാസയിലുള്ള കെട്ടിടങ്ങൾ മുഴുവനും തകർത്തിട്ട് ഇപ്പോൾ കാലിഫോർണിയയിൽ നടന്ന തീപിടുത്തത്തിൽ കെട്ടിടങ്ങൾ തകർന്നതുപോലെ ഗാസയിലെ കെട്ടിടങ്ങൾ തകർന്ന അവിടുത്തെ പാവങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ, പടച്ച റബ്ബിനെ വിളിച്ചുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ ഈ ഒരു ക്രൂരതക്കുള്ള എല്ലാ ബലവും നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥിതി മോശമാക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ ഉണ്ടായത്. കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അവർക്ക് കൃത്രിമമായിട്ട് മഴ പെയ്യിക്കാനും ഹെലികോപ്റ്ററിലും വിമാനത്തിലും വെള്ളം അടിച്ച് തീക്കെടുത്തുള്ള എല്ലാ ടെക്നിക്കലി കഴിവുണ്ടായിട്ടും ഈ ഒരു ശിക്ഷയുടെ മുന്നിൽ, അല്ലെങ്കിൽ പരീക്ഷണത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നിൽ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഒരു യുക്തിവാദി അയാൾ പറയും ഇതൊരു പ്രകൃതി ദുരന്തമാണ്, ഒരു വിശ്വാസിയാൾക്ക് ഇതൊരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് പറയുന്ന ശിക്ഷയാണ്. നിങ്ങൾ എന്ത് നിമിത്തങ്ങളാണ് എന്ത് പറഞ്ഞാലും നമ്മുടെ ടെക്നിക്കലിന് അപ്പുറത്തേക്കുള്ള ദുരന്തമാണ്. അടുത്ത 4 ദിവസം 120 കിലോമീറ്റർ വേഗതയിൽ ചുടുകാറ്റടിക്കുമെന്നും വീണ്ടും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതവർക്ക് തടയാൻ പറ്റുന്നൊന്നല്ല. അവിടെ ഏറ്റവും നന്ന് ഗാസയിലുള്ള കുട്ടികളെ കൊലപ്പെടുത്തുമ്പോൾ ആ കുട്ടികളെ ഇനിയും കൊലപ്പെടുത്തുമെന്ന് ആഹ്വാനം നടത്തിയൊരു ഹോളിവുഡ് നടൻ, ആ നടൻ്റെ ബില്യൺ കണക്കിന് ഡോളർ, കോടികൾ വിലയുള്ള ആഡംബര കൊട്ടാരമടക്കം തകർന്ന് തരിപ്പണമായിട്ട് കരയുന്ന വീഡിയോകൾ ഞാൻ കണ്ടു. നരകമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് ഗാസ കാണിച്ചു കൊടുക്കൂ എന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയിലെ പലരും ഇന്ന് സ്വന്തം നാട്ടിലെ കാഴ്ച കണ്ടിട്ട് ഇതാണ് ലോകത്തെ നരകമെന്ന് പറയാൻ തീക്കാറ്റടിക്കാൻ. ആ പലസ്തീനിലെ എത്ര ഉമ്മമാർ, പാവപ്പെട്ട കുട്ടികൾ കരഞ്ഞിട്ട് അവരുടെ മേത്ത് ബോംബിടാൻ വേണ്ടി ഇസ്രായേലിന് കൊടുക്കുന്ന ധൈര്യം അടിവേര പടച്ചറബ് ഇളക്കിയത്. ആ കൊല്ലുന്ന പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഭരണകൂടം പറയണോ അത് കേൾക്കുന്ന നിസ്സഹായർ.
അവർക്കൊന്നും അറിയില്ല. അവരോട് അവരുടെ രാജ്യം കൊല്ലാൻ പറയുന്നു, കൊല്ലുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഹെക്ടർ കണക്കിന് ഭൂമിയാണ് കത്തിനശിച്ചത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവർക്കത് വീണ്ടെടുക്കാനാവില്ല. കാലിഫോർണിയയിൽ തീപിടുത്തം അതില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാവണില്ല. ഇതിന് മുൻപുള്ള എല്ലാ വർഷങ്ങളിലെ തീപിടുത്തമാർക്കും കൃത്യമായൊരു റീസൺ കിട്ടലുണ്ട്, അവർ മുൻകൂട്ടി കാണലുണ്ട്, ആളുകളെ ഒഴിപ്പിക്കലുണ്ട്. പക്ഷേ ഹോളിവുഡിൻ്റെ നെറുകയിലേക്ക് ഇത് കയറലില്ല. ഇവിടെ അതടക്കമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഇതൊരു ശിക്ഷയാണെന്നുള്ളത് ഞാൻ അങ്ങനെ കരുതിയിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുകയാണ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ, പടച്ചോനെ ഇത് പടച്ച റബ്ബിൻ്റെ ശിക്ഷയാണോ? ആ ശിക്ഷയിൽ നല്ലവരും ചീത്തവരും എല്ലാവരും ഉൾപ്പെടും. അതാണ് ഈ ശിക്ഷയുടെ ഒരു സ്വഭാവം. അല്ലാഹ് കത്തിപ്പിടിക്കാനാകെ എന്ത് ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും അവർക്ക് മോചനമില്ല. മോചനം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ ഒരു 3-4 ദിവസം ഒന്ന് മുടങ്ങാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് എനിക്കൊന്നും പറ്റിയിട്ടല്ല, നമ്മുടെ ചാനലിലെ പാർട്ണറും എഡിറ്ററുമായ സോഫി എന്ന റഫീഖ് അജ്മീറിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ആ യാത്ര കഴിഞ്ഞ് വരുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഫോണ് കിണറ്റിൽ പോയി നമ്പറെല്ലാം പോയി. ഒരു രക്ഷയില്ല. നമുക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യം. അദ്ദേഹമാണെങ്കിൽ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരിക 2-2.5 ദിവസം എടുക്കുന്നു യാത്ര തിരിച്ചിവിടെ എത്താൻ. അതെത്തി. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടായത്. അതിൽ എന്നെ വിളിച്ച ഒരുപാട് പേരുണ്ട്. ഇതിപ്പോഴും ചാനലിൽ 3-4 ദിവസം വീഡിയോ മുടങ്ങാത്തത് അറിയാത്ത ആളുകളുണ്ടായിരിക്കും. ഏതായാലും ആരൊക്കെ ചാനലിൽ വീഡിയോ മുടങ്ങി ശ്രദ്ധിച്ച ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. ഞങ്ങളിങ്ങനെ ഇതെന്താണ് വിഷയം എന്നറിയാതെ കാത്തി. ചില ആൾക്കാർ ഇപ്പം അങ്ങനെ ഒന്നും വീഡിയോ കാണുന്നവരൊന്നും ഉണ്ടായിരിക്കില്ല. ഡെയിലി കാണുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രമേ. കുറച്ച് പേരൊക്കെ എനിക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് എന്ത് പറ്റിയെന്ന് കരുതിയിരുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്കൊരു സന്തോഷം പങ്കുവെക്കാണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു കിണറ്റിൻ്റെ കുറ്റി അടിച്ച കിണറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അന്ന് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ PGയുടെ ഇതിൻ്റെ സൈക്കോളജി PG ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വീട്ടിൽ ഉണ്ടായിട്ടില്ല. സൺഡേ ക്ലാസ്സും ഉണ്ട്, അതുകൊണ്ട് അന്നും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് തിങ്കളാഴ്ച ഞാനും ഇൻഷാ അല്ലാഹ് പണിക്ക് കൂടി. നല്ല രസമാണ്. എന്തായാലും ഈ വീഡിയോ പറഞ്ഞ പോലെ അല്ല കേട്ടോ. ആ മണിക്കൂറുകളോളം നമ്മളവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞാനവിടുന്ന് കിണർ ഉണ്ടാക്കുന്ന മണ്ണെടുത്തിട്ട് പറമ്പിൽ പലയിടത്തും നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള മേൽമണ്ണ്, അപ്പോൾ അത് കൊണ്ടിടലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. പടച്ചോനെ, ഇതൊന്നും കിണർ കളക്കാൻ പോകുന്ന ആളുകളൊക്കെ സമ്മതിക്കാനുണ്ടോ? മേലല്ലെങ്കിൽ പണിയെടുക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഒരു വേദന. എന്നാലും നമ്മൾ ആ പണിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കുളിച്ച് അലക്കലൊക്കെ ഉണ്ട് കഴിഞ്ഞ് നമ്മളതിനാണ് ഇതിൻ്റെ അലക്കൽ. അത് കഴിഞ്ഞ് ചോറയ്ക്കുമ്പോഴൊരു സുഖമുണ്ട്. മാഷാ അല്ലാഹ്. ഈ കൈത്തൊഴിലിന് അധ്വാനിക്കുന്ന ആളുകൾക്ക് അന്ന് അധ്വാനം കഴിഞ്ഞിട്ട് ചോറയ്ക്കുമ്പോൾ ഒരു ഫീലുണ്ട്. മാഷാ അല്ലാഹ്, വളരെ ഹാപ്പിയാണ്. നമ്മൾ പൊതുവെ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് വലിയ മെൻ്റൽ വർക്ക് മാത്രമല്ലേ ഉള്ളൂ, ശാരീരികമായിട്ട് വലിയ അധ്വാനം ചെയ്യില്ല. അതുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഭയങ്കര രസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ വെള്ളം വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല വെള്ളം ആകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഒരുപാട് പേരത് ദുആ ചെയ്തിരുന്നു. അത്രയും സന്തോഷം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.